ബി.ജെ.പി. വിട്ടിട്ടും സന്ദീപ് വാര്യർ ബി.ജെ.പിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമായിരുന്നു എന്നുള്ള പരാമർശമാണ്. തീർച്ചയായും രാജീവിൻ്റെ രംഗപ്രവേശനത്തിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശം ഉണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പോൾ നിരന്തരം തന്നെ ബി.ജെ.പിയുടെ കാര്യങ്ങളിലാണ് വളരെയധികം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ പറയുന്നു ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ബി.ജെ.പിയെ വിറ്റു എന്ന രീതിയിലുള്ള പരാമർശവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ആ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതാണ്. കേരളത്തിലുടനീളം വനിതകൾ ഉൾപ്പെടെയുള്ളവർ ആ സ്ഥാനം ശോഭാ സുരേന്ദ്രൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം മുൻപ് നമുക്കറിയാവുന്നതാണ്, പല ബി.ജെ.പിയുടെ പ്രസിഡന്റുമാർ വരുമ്പോഴും ആ സമയങ്ങളിലെല്ലാം ഉയർന്നു കേട്ടിരുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരുന്നല്ലോ. ഈ ശ്രീധരൻപിള്ളയായാലും കുമ്മനമായാലും കെ സുരേന്ദ്രനായാലും ആ സമയങ്ങളിലെല്ലാം ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകും, അത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്ന് ഡൽഹിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരുന്നു. പക്ഷെ അതെന്തായാലും സാധിച്ചില്ല. പക്ഷെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരാണല്ലോ ഈ പല തന്ത്രങ്ങളും മുഖേന ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം എന്തായാലും അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രൻ ദേശീയ കൗൺസിലിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട പദവികൾ എന്തായാലും ബി.ജെ.പി. നൽകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവർക്കാണ് ഈ ബി.ജെ.പിയിൽ ശോഭാ സുരേന്ദ്രന് ചുമതല കിട്ടാത്തത് കൊണ്ട് വലിയ വിഷമം. ഇത് നാം മുൻപും ദേശീയ തലത്തിലും കണ്ടിരുന്നു. ഈ ആദ്യം അദ്വാനി മാറ്റിയാണല്ലോ മോദി വരുന്നത്. അപ്പോൾ പറയും ഈ അദ്വാനി നല്ല ആളായിരുന്നു, മോദി മോശം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നാം കണ്ടത് പൗരത്വ ഭേദഗതി സമയത്ത് ഈ അമിത്ഷാ മോശമാണ്, മോദി നല്ല ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പറയുന്നത് മോദിയും അമിത്ഷായും കൊള്ളാം, പക്ഷെ യോഗി കൊള്ളില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അതിനിപ്പോൾ സമാനമായി തന്നെയാണ് രാജീവ് മോശമാണ്, സുരേന്ദ്രൻ മോശമാണ്, ശോഭാ സുരേന്ദ്രൻ കൊള്ളാമെന്ന് CPM അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം പറയുകയാണ്. അതെന്തായാലും പാർട്ടിയിൽ ഒരു ഭിന്നത ഉണ്ടാക്കി അവർ പരസ്പരം തല്ലുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന രീതിയിലാണ്. അത് നാം അന്ന് പാലക്കാട് കണ്ടിരുന്നല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ മാധ്യമങ്ങൾ തന്നെ ഇത്തരം ഒരു കോപ്പ് കൂട്ടി ആ പാർട്ടിയിലെ പല അണികളും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ കെ സുരേന്ദ്രന് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വരുന്നൊരു സാഹചര്യം നാം കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇനിയും അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. അവർ വലിയ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും അവരിപ്പോൾ 50 വയസ്സിനോട് അടുപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും ഒരു പ്രായമല്ല. കാരണം ഈ 54-ാമത്തെ വയസ്സിലും കോൺഗ്രസിന്റെ യുവനേതാവായി നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഇപ്പോഴും ഭാവിയുടെ വാഗ്ദാനമായി നടക്കുകയാണ്. പക്ഷെ പ്രായം 50-ലേക്ക് കടന്നിട്ടുണ്ട്. അതിന് സമാനമായി തന്നെയാണ്. പക്ഷെ ഇവരെന്തായാലും യുവ നേതാവാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് ഭാവിയുണ്ട്. ആ രീതിയിൽ തന്നെ കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നു. പണ്ടെല്ലാം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും ആഘോഷമായി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ 2 ദിവസമായി ഇതിനു പുറകെ തന്നെയാണ് ഇത് ആരായിരിക്കും പ്രസിഡന്റ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച, പിന്നീട് രാജീവിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ചർച്ച, ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് ചർച്ച. അങ്ങനെ കേരള രാഷ്ട്രീയം മാറുകയാണ്. അപ്പോൾ വരും നാളുകളിലും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് കേരള സമൂഹത്തിൽ തന്നെ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഇടം ലഭിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷെ സന്ദീപ് വാര്യറിനെ പോലെയുള്ളവർ ഈ മറുകണ്ഠം ചാടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നതെന്ന വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നിരന്തരം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രന് വേണ്ടി കരഞ്ഞ്, രാജീവിനെ എതിർത്ത്, കെ സുരേന്ദ്രനെ എതിർത്ത്, അതോടൊപ്പം തന്നെ കുമ്മനത്തെ ഓർത്ത് കരഞ്ഞ്, ശ്രീധരൻപിള്ളയെ ഓർത്ത് കരഞ്ഞ്, അങ്ങനെ പാർട്ടിയെ അടപടലം ഉപദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രനും രാജീവും അടക്കമുള്ള നേതാക്കൾ എന്തായാലും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ആ രാജീവിനെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ നേതാക്കളുടെ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെയാണ്. അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. കേരളത്തിൽ അധികാരത്തിൽ വരിക, ഇനി ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോയാൽ കേരളത്തിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യം അവർക്കുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചാൽ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് 2024. അത് നാം തൃശ്ശൂരിൽ കണ്ടിരുന്നു.
2019 ആദ്യമായി അവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്നത്. അദ്ദേഹം അന്ന് വെറും 17 ദിവസമായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2021 അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നിയമസഭയിൽ വരുന്നു. അന്നും പരാജയം. പക്ഷേ ഈ 2 പരാജയങ്ങളിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് വലിയ ഈ കരുണാകരന്റെ മകനെന്നും അതോടൊപ്പം തന്നെ ഇതാ ലീഡറുടെ മകൻ തൃശ്ശൂരിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സുനിൽകുമാർ കാലെടുത്ത് വെച്ചാൽ അവിടെ ഈച്ചവരറിയും, അങ്ങനെ എന്തോ ഒരു പരാമർശങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 2 പേരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാം പല മണ്ഡലങ്ങളിലും എടുത്തു നോക്കി അറിയാം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ശശി തരൂരിനോട് ചെറിയൊരു രീതിയിലാണ് രാജീവ് പരാജയപ്പെടുന്നത്. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അത്ഭുതകരമായ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളായ കാസർഗോഡും കണ്ണൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഐക്യപ്പെട്ട് നിന്നാൽ BJPക്ക് വോട്ടിടാൻ ജനങ്ങൾ തയ്യാറാണ്. പിന്നെ അവിടെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയുന്ന വർഗീയതയൊന്നും ആൾക്കാർ പരിഗണിക്കില്ല. അവർ വർഗീയ പാർട്ടിയാണ്. അവിടെ ഗുജറാത്തിൽ കലാപം നടത്തിയത് അങ്ങനെയൊന്നും പരിഗണിക്കാതെ തന്നെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു വോട്ട് നൽകുന്ന സാഹചര്യമാണ് നാം മുൻപ് കണ്ടത്. ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും തീരുമാനം. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന വികസനത്തെക്കുറിച്ചാണ്. യുവാക്കളെയാണ് അദ്ദേഹം പ്രധാനമായി അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ ബാംഗ്ലൂരിലും കർണാടകയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഒരു യുവതലമുറയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയത്. അത് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കണ്ടതാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ നാമെല്ലാം പ്രതീക്ഷിച്ചു നിന്നത്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് തന്നെ അദ്ദേഹത്തെ ജനങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. അദ്ദേഹം അതിന് 2 സ്ഥാനാർത്ഥിയാണ്. ഒന്ന് ശശി തരൂരും പന്നിയൻ മുൻപും ഈ തിരുവനന്തപുരത്ത് MP ആയിരുന്നു. അങ്ങനെ 2 നേതാക്കൾക്കിടയിൽ രാജീവ് എന്ന ഒരു അറിയാൻ പറ്റാത്ത ഒരാൾ വരുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ ഈ മിഡിൽ ക്ലാസ്സിനെയും യുവാക്കളെയുമാണ്. യുവാക്കൾക്ക് വേണ്ടി അദ്ദേഹം പല പരിപാടികൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്നു. അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ച് അദ്ദേഹം ഈ യുവാക്കൾക്കിടയിലും മിഡിൽ ക്ലാസിന്റെ വോട്ട് മാത്രമായിരിക്കും പിടിക്കാൻ സാധ്യത. അത് പിടിച്ചാൽ എന്തായാലും ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം 3ാം സ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ അപ്പോഴും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പോയത് തീരപ്രദേശത്താണ്. തീരപ്രദേശത്ത് പോയി ഇദ്ദേഹത്തിന്റെ ഭാഷ തന്നെ പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം ആ രീതിയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് താഴെക്കടയിൽ ഇറങ്ങിച്ചെന്ന് അദ്ദേഹം തൊഴിലാളികളുമായി സംസാരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഒരു തരംഗം തന്നെ ഉണ്ടാക്കുകയാണ്. അതെല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഇത് അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണല്ലോ. ഇത്രയും ഒരു കോടീശ്വരനായ ഒരു വ്യക്തി, അദ്ദേഹം കോടീശ്വരനെ ഇപ്പോൾ പറയുന്നത് ശരിയോ തെറ്റോ, പക്ഷേ അത് അങ്ങനെയുള്ള ഒരു വ്യക്തി ജനങ്ങൾക്കിടയിലെത്തി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ആ രീതിയിൽ തന്നെയാണ് യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നു, സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്നു. ആ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാകും. BJP ഒന്ന് ഭിന്നിപ്പിക്കാൻ പല രീതിയിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും K സുരേന്ദ്രനാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു സ്വീകരണം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു കാര്യം തന്നെ. BJPക്ക് ഒരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഭിന്നത. അതുകൊണ്ട് തന്നെ കേരളത്തിലും ആ ഒരു ഭിന്നത വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളും. പക്ഷേ ഇപ്പോൾ BJP ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു തീരുമാനം ജനങ്ങളെയും കൂടെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. മറ്റുള്ള പാർട്ടികളെ മാത്രമല്ല, ജനങ്ങളെയും കൂടെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ ഒരു ഐക്യം എന്ന് പറയുന്നത്. കേന്ദ്രത്തിൻ്റെ പല തീരുമാനങ്ങൾ, നേരത്തെ അമിത്ഷായുടെ കാര്യത്തിലാണെങ്കിലും മോദിയുടെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും കേന്ദ്രം എടുക്കുന്ന തീരുമാനങ്ങൾ, ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട്. അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തിയതും, ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാക്കിയതും, ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെയും K സുരേന്ദ്രനെയൊക്കെ നിയോഗിച്ചതും ഒക്കെ കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ നീക്കം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിൽ BJP മിക്കവാറും കുറച്ചുകൂടി ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. തൃശ്ശൂർ പിടിച്ചടക്കിയപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല ശ്രീജിത്ത്, പല സ്ഥലങ്ങളിലും BJP ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും പണ്ട് കാലങ്ങളിൽ BJP എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദമായിട്ടോ ഒരു മത വിഭാഗമായിട്ടോ ഒക്കെയാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി BJP അധികാരത്തിൽ വന്നാൽ എന്താണ്, അല്ലെങ്കിൽ അതൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണെന്ന് ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.